ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വേറൊരു ദിവസം ചെയ്യാം. കാരണം ഇത് ഞാൻ ഓൾറെഡി ഇറങ്ങി പല്ല് തേച്ച് എന്നിട്ടാണ് എനിക്കൊരു ബോധോദയം ഉണ്ടായത് ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പം അതിൻ്റെ വ്ളോഗ് ഞാൻ വേറെ എപ്പോഴെങ്കിലും ഇടാം. അപ്പം ഇന്നലെ ഗൈസ് ഞാൻ രാത്രി ഉറക്കത്തിൽ ഞാൻ AC ഇട്ട് പിന്നെ ഓഫ് ചെയ്യാൻ മറന്നു. കണ്ടിന്യൂസ്ലി കിടന്ന് രാവിലെ ആയപ്പം ജലദോഷം കൊണ്ടിരിക്കാൻ വയ്യ. ഇപ്പം പോലും തുമ്മാൻ പറഞ്ഞുണ്ട്. അപ്പോൾ എന്നെ പോലെ ആരൊക്കെയുണ്ട് കേസ് ഇങ്ങനെ AC? എനിക്ക് ഒരിക്കലും AC ഇങ്ങനെ കംപ്ലീറ്റ്ലി ഓൺ ചെയ്തിട്ട് കിടക്കാൻ പറ്റില്ല. എനിക്ക് ഫാനാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ AC സർവശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇന്ന് ഞാനിപ്പം ഇനി അങ്ങോട്ട് ഞാൻ എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നത് അതൊക്കെ ഞാനൊരു കുട്ടി ക്ലിപ്പിങ്സ് ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അതേപോലെ ഞാൻ നേരത്തെ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡുണ്ടു അമ്മയായ കാര്യം. അപ്പം അതിൽ എനിക്ക് അത്യാവശ്യം നല്ലപോലെ വ്യൂവേഴ്സൊക്കെ കിട്ടി. അപ്പം അവരുടെ അപ്ഡേറ്റ്സ് ഞാൻ തരാം ഈ ഒരു വ്ളോഗിൽ. എനിക്ക് ഗൈസ് ഇനി എക്സാംസ് ഒന്നും ഇല്ല, എനിക്കിനി ഏപ്രിലിലെ ക്ലാസ് ഉള്ളൂ. അപ്പം ഏപ്രിലല്ല, ഈ സാറ്റർഡേ ക്ലാസ് ഉണ്ട്. അത് വേറെ ട്യൂഷൻ പോലത്തെ ക്ലാസ് ആണല്ലോ, അത് കോളേജിൽ അങ്ങനത്തെ ക്ലാസ് അല്ല. അപ്പോൾ യാ ഗൈസ്, പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാവും. ഇത് നല്ല ലൂസാണ്. അത് ആക്ച്വലി ദുബായ് റണ്ണിൽ ഇങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ ഓരോരോ കൈൻഡ് ഓഫ് ടീഷർട്ടാണ്, ഓരോ കളർ ടീഷർട്ടാണ്. അപ്പം അച്ഛൻ ഇത്തവണ ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പം അച്ഛൻ എനിക്ക് നൈസായിട്ട് തന്നെ ഞാൻ നൈസായിട്ട് തന്നെ എടുത്തു. അപ്പോൾ അത്രയൊക്കെ തന്നെ ഗൈസ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വ്ളോഗിൽ അത്യാവശ്യം നല്ലപോലെ വൃത്തിക്കെങ്കിലും ഒരുങ്ങി വന്ന് നിൽക്കുന്നത്. കാരണം അമ്മ എപ്പോഴും വ്ളോഗ് എടുക്കുമ്പോൾ പറയും ഞാൻ അങ്ങനെ ഒരുങ്ങാറില്ല, നീ എന്താ ഒരുങ്ങാത്തതെന്ന്. ഇന്ന് വിചാരിച്ച് കുറച്ചെങ്കിലും ഒന്ന് ലിപ്സ്റ്റിക്കും ഒരു ഐലൈനറും എഴുതി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അവരെ കാണിച്ചാൽ നിങ്ങളെല്ലാവരും അവരെ കാണാനായിരിക്കും കുറച്ചും കൂടെ എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. സോ നമുക്ക് അവരെ കാണാം. ഓക്കെ യാ ഗൈസ്, അവരുടെ വീട് അങ്ങോട്ടാണ്, കാണാമോ? ദാറ്റ് ഇസ് ദെയർ ഹൗസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. കാണാമോ ഗൈസ്? 3 ഉത്തരവാദി എന്നിട്ട് പോകുന്നുണ്ട്. വാടാ, നീ ഇങ്ങോട്ട് വാടാ. അവനെ പേടി. പാവല്ലേ എൻ്റെ ഗൈസ്? എന്തെങ്കിലും പറ അമ്മ പറ അമ്മ എന്തോ അമ്മ വൃത്തിയുടെ സ്വഭാവം കാണിക്കണം. അമ്മ എന്തെങ്കിലും പറ, എൻ്റെ വ്ളോഗ് കൊള്ളാമെന്നെങ്കിലും പറ. നല്ലതാണ്, സൂപ്പറാണ്. ആർട്ടിഫിഷ്യല് തീരെ ഇല്ല. അയ്യോ. ഹായ് ഗായ്സ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി മുട്ടായി കഴിക്കാം. ഞാൻ 2 കിറ്റ്കാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇത് ഏതെങ്കിലും ഒന്ന് കഴിക്കാം. ഇത് കിറ്റ്കാറ്റിൻ്റെ വൈറ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ മറ്റവർ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാം. ഇങ്ങനെയല്ലേ അവർ ചെയ്യണം. നമുക്ക് കഴിക്കാം ഗൈസ്. ഇങ്ങനെയൊന്നും ആക്കിക്കൊണ്ടിരിക്കാനൊന്നും വയ്യ. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. ഓ കൊള്ളാം, നൈസ്. എനിക്ക് എക്സ്പ്രഷൻ വരുമായിരുന്നു. ഇനി ഇട്ടിട്ട് ആൾക്കാർ പറയണ്ട ഞാൻ ചളവാണെന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം വരുന്നത്. കാണാൻ കൊള്ളാം ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ മുട്ടായി കഴിച്ചില്ലേ? അപ്പം അമ്മ പറഞ്ഞ് ഇത് പുട്ടും പഴവും തിന്നില്ലെങ്കിൽ എന്നെ അടിച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിച്ചില്ലെങ്കിൽ എന്നെ തല്ലിക്കൊല്ലും. എനിക്ക് പക്ഷേ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് പുട്ട്. ഒട്ടും ഇഷ്ടമല്ല പുട്ട്. പറയാതിരിക്കുന്നത് ഭേദം ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഡലിയും സാമ്പാറും. എനിക്ക് ദോശ ഇഷ്ടമല്ല, കാരണം എൻ്റെ വീട്ടിൽ ദോശശാപമാണ്. ഈ ഉപ്പുമുളകിൽ ദോശശാപം പിടിച്ച വീടില്ലേ, അതേപോലത്തെ വീടാണ് എൻ്റേത്. ദോശ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുട്ടടിക്കും, ഇങ്ങനെ വയ്ക്കും. എന്തിനെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഡലി എൻ്റെ സാമ്പാർ. അത് എൻ്റെ വീട്ടിലെ ഇഡലി എനിക്കിഷ്ടമല്ല, കാരണം അത് ദൊഡ്ഡലി ആയതുകൊണ്ട്. നമുക്കിപ്പോൾ ഉള്ളത് പിന്നെ വേണ്ട ഗൈസ്, പുട്ടും പഴവും. ഞാൻ പഴം തിന്നും, പുട്ട് തിന്നൂല. എനിക്ക് ഇഷ്ടപ്പെടാനുള്ള പുട്ട്. പഴം പിന്നെയും ഞാൻ തിന്നും. നമുക്ക് തിന്നാം. പഴം കുഴപ്പമില്ല. എൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെയാണ് ഗൈസ്. ഈ ചവയ്ക്കുമ്പോൾ ഒരു വൃത്തിയില്ലാത്ത പോലെ ആയിരിക്കും ചോദിക്കുന്നത്. കാരണം എൻ്റെ പല്ലിലെ കമ്പി ഇവിടെയൊക്കെ ഊരിയിരിക്കുക. അങ്ങനെ ചവയ്ക്കാൻ പറ്റും. കഴിച്ചിട്ട് വരാം. ഓക്കെ
ഗൈസ് ഞാൻ കുറച്ച് നേരം യൂട്യൂബ് കാണാൻ പോവാണ്. എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് കാണും കുറച്ച് നേരം. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമുക്കപ്പം കുഞ്ഞുങ്ങളെ തൊടാനായിട്ട് പോകാം. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ഇപ്പം ഇതുവരെ ഒന്നും കഴിച്ചില്ല, അതാണ് ഞാൻ പിന്നെ കാണിക്കാത്ത. അച്ഛോ നീ എന്ത് മുഖം കാണിക്കാത്ത? ഒരു ഹായ് പറ, ഹായ് പറ. നീ ഒരക്കമാണ്. ഞാൻ ഓൾറെഡി കഴിച്ച് കുറച്ച് ഇപ്പോഴാണ് ഓർത്ത വീഡിയോ എടുക്കാനുണ്ടെന്ന്. ഇത് കഴിച്ചിട്ട് വരാം. അപ്പം ഗൈസ് ഞാൻ എന്താ കുളിച്ചപ്പം നേരത്തെ രാവിലെ നിങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര കേളി ഹെയർ, ഇപ്പം നോക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിറ്റ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഗൈസ് ഞാൻ 2-3 ദിവസമായിട്ട് ഞാൻ നല്ല രീതിക്ക് മുടിയിൽ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ എണ്ണ എനിക്കിവിടെ കൊഴിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ എണ്ണ തേച്ച് ഭയങ്കരമായിട്ട് എവിടെ പോകണമെങ്കിലും മുടി ഒട്ടി കിടന്നു. അപ്പം ഏകദേശം 1 മാസമായി ഞാൻ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് ചുമ്മാ വലുതായിട്ടൊന്നുമല്ല, ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് അങ്ങ് ഇട്ട് ഗൈസ്, അത്രയേ ഉള്ളൂ. പക്ഷെ കൊള്ളാം. ഇതെൻ്റെ സ്കൂളിലെ യൂണിഫോമാണ് കേട്ടോ. സ്കൂളിൽ തീർന്നെങ്കിലും യൂണിഫോം ഞാനിപ്പോഴും ഇടും. അപ്പം ഉച്ചയ്ക്ക് ഞാൻ ചോറും ബീട്രൂട്ട് തോരനും മീൻ പൊരിച്ചതും കഴിച്ച്. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, അതാണ് ഞാൻ പിന്നെ എടുത്ത് കാണിക്കാത്തത് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. 3 പേരുടെ ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 5 മണിയായി. പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. എനിക്ക് എൻ്റെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ കോളേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോളേജിൽ പോകുന്നതും തിരിച്ചു വരുന്നതും അതൊക്കെ കാണിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരിതൊന്നും ഇല്ല. പിന്നെ ഗൈസ് എന്തോ ലോക്ക്ഡൗൺ ഒക്കെ വരാൻ പോകുന്നതൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അത് ഓർക്കുമ്പോഴേ എനിക്ക് പേടിയാണ് ഗൈസ്. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് 7th പഠിക്കുമ്പോഴായിരുന്നു ലോക്ക്ഡൗൺ ആയത്. ഞാൻ 7th അപ്പം എനിക്കത് ഓർക്കുമ്പോഴേ എനിക്ക് ട്രോമയാണ്. അപ്പം രണ്ടും കൂടെ എന്തോ അവിടെ ചെയ്യുന്നുണ്ട്. ടാബ്ലോ എന്തോ കാണിക്കണ? ആ നോയിക്കോ നിന്നെ. ഇത് അവളവിടെ പോയി ഇത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ അതെന്തുവാണെന്ന്. യെസ്, അപ്പം വെള്ളം കുടിച്ചോ. പിന്നെ ഗൈസ് ഇങ്ങനെ ചുമ്മാ അങ്ങനെ കറങ്ങി നടക്കും, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എൻ്റെ ഈ മുടിയിൽ ഈ കളർ കാണുന്നത് എന്തെന്നറിയോ ഗൈസ്? ഞാൻ കഴിഞ്ഞ വർഷം എപ്പോഴും ഞാൻ അടിച്ചതാണ്. ഞാൻ ആകെപ്പാടെ റെഡും ബ്രൗണും മാത്രമേ അടിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറേ നാളത്തേക്ക് ശേഷം കളറടി നിർത്തി. കാരണം ഭയങ്കര ഡ്രൈ ആവണ്, അങ്ങനത്തെ ഒരു മുടിക്കൊരു ഹെൽത്തി ടെക്സ്ചറിലല്ല മുടി, ഹെൽത്തി ആയിട്ടല്ല കിടക്കണം. ഞാൻ വിചാരിച്ച് അതൊന്നും ചെയ്യണ്ട. ഇങ്ങനെ നടക്കും, പ്രത്യേകിച്ചൊന്നുമില്ലാതെ ഇങ്ങനെ നടക്കും. പിന്നെ ഇനി കുറച്ച് നേരത്തേക്ക് എൻ്റെ ഷോ കാണും. കാരണം മുടി സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു കോൺഫിഡൻസാണ്, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ തന്നെ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ഗാർഡനൊക്കെ ഒന്ന് കാണിച്ചു തരാം. യെസ്, ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, അതാണ് എൻ്റെ പല്ലാശുപത്രിയെങ്കിൽ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഗൈസ് ഇവിടെയൊക്കെ കുറേ ചെടി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വെള്ളമേ ഇല്ലായിരുന്നു. അപ്പം ഇവിടെ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുക, നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാം. പിന്നെ ഇതെനിക്കൊന്ന് മാംഗോസ്റ്റീൻ്റെ മരമാണെന്ന് തോന്നുന്നു, പക്ഷെ ഇതുവരെ ഒന്നും വന്നില്ല. പിന്നെ ഇവിടെ ഒരു ചാമ്പയ്ക്ക ഉണ്ട് ഗൈസ്. കഴിഞ്ഞ ആഴ്ച വരെ ഇത് അടിപൊളിയായിട്ട് നിന്നതാണ്. ഇപ്പം എല്ലാം പോയോന്ന് എനിക്കറിയണം. വേറെ പുതിയ കായൊന്നും വന്നില്ല, ഇതാ വരുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിന്നെ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തന്നെ. പിന്നെ ഇതാണ് ഇവരെയൊക്കെ വീട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇല്ലേ? ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒന്നും കാണിച്ചു തരുന്നില്ലേ ചാച്ചാ. യെസ്, ഇതാ അമ്മ വന്നിപ്പുണ്ട്. അതൊക്കെ തന്നെ കേസ്. ഇതാണ് എൻ്റെ ഒരു ഡേ.
ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, രാത്രി നമ്മൾ കിടന്നുറങ്ങും, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പോകില്ല, ഇങ്ങനെ തന്നെ ചുമ്മാ ഇരിക്കും. അപ്പോൾ യെസ്, എന്താ വേറൊന്നുമില്ല ഗൈസ്. എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇതാണ് എൻ്റെ ഒരു ഡേ, ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. പക്ഷെ ആരും എൻ്റെ അടുത്ത് ചോദിച്ചില്ല ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമോ. മിണ്ടൂല, ഞാൻ തന്നെ എടുക്കണം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. യാ ഗൈസ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഇനി വൈകിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കും. വൈകിട്ടല്ല, ഇനി രാത്രി എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഞാനത് കാണിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. ഓക്കെ, തുണി വിരിക്കാം. ദിസ് ഈസ് സോ കുക്ക്ഡ് ഗൈസ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ തുണി വിരിക്കാൻ നല്ല രീതിക്ക് മേളിലേക്ക് കയറണം. എനിക്കാണെങ്കിൽ മേളിൽ കയറണമെന്നുണ്ട്, കാരണം ഒന്ന് ദേഹമൊക്കെ അനങ്ങുമല്ലോ, പക്ഷെ മടി. എന്തായാലും വിരിക്കാം ഗൈസ്. നമ്മൾ ചർച്ചിലെത്തി. നമുക്കിതാ ഇത്രയും തുണിയുണ്ട്, ഓരോന്നായിട്ട് പോയി ഞാൻ വിരിച്ചിട്ട് വരാം. ഹായ്, കൊള്ളാം ഗൈസ്, ഇഷ്ടപ്പെട്ടു. വെയിലും കൂടെ ഇല്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നതിന്. അയ്യോ, ഇതൊക്കെ തന്നെ ഗൈസ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ലോക്ക്ഡൗൺ അതൊക്കെ ഓർത്തിട്ടേ എനിക്ക് ട്രോമയാവുന്നു. പിന്നെ എൻ്റെ വീട് റോഡിൻ്റെ സൈഡിലാണ്, അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് ഈ വണ്ടിയുടെയൊക്കെ സൗണ്ട് കാണും. വെയിലും കൂടെ ഇല്ലായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്, നല്ല ചൂടുണ്ട്. ഇനി അധികം നേരം ഇവിടെ ഇരിക്കാനുള്ള ഇതൊന്നും ശരിയാവില്ല. അപ്പം നമുക്ക് നമ്മുടെ പെട്ടിങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ബക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് താഴെപ്പോം. വീഡിയോ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഫോൺ ഞാനും മറന്നു കൂട്ടി എൻ്റെ തറയിൽ കിടക്കും. അപ്പം ഗൈസ്, ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. എനിക്കിനി ഞാൻ നോക്കട്ടെ ഗൈസ്, എന്തെങ്കിലും ചാലഞ്ചൊക്കെ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാനതൊക്കെ ചെയ്യാം, എൻ്റെ അനിയത്തിയൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, മിസ്സസ് ദേവിക പ്രദീപ്. എന്തായാലും യൂഷ്വലി കമൻറ്റ് ചെയ്യും അടിയിൽ വന്നിട്ട്. അവളാണ് എന്നെ വിളിച്ച് എന്നെ തെറി വിളിക്കുന്നത്. നീ എന്താണ് വ്ളോഗ് ഇടാത്തത്, എന്താണ് ഷോർട്സ് ഇടാത്തതെന്ന് പറഞ്ഞ് എന്നെ തെറി വിളിക്കുന്ന അവളാണ്. അപ്പോൾ എന്തായാലും അവളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അവൾ അടുത്ത മാസം വരുമെന്നാണ് പറഞ്ഞത്. വന്നില്ലെങ്കിലാണ്, വരുമ്പോൾ എന്തായാലും ഞാനൊരു വ്ളോഗ് ഇടും. അവളുമായിട്ട് ഞാൻ പിടിച്ചിരുത്തിയ ഒരു ചാലഞ്ചൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൾ വരട്ടെ, എന്നിട്ട് ഞാൻ പറയണുള്ളൂ. ഗൈസ്, ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ.